യാത്രകൾ പോകാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ? ഓരോ യാത്രകളും ഓരോ പുതിയ അനുഭവങ്ങളും കാഴ്ചകളുമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പോയത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ മാറി തമിഴ്നാട്ടിലൂടെ സേത്തുമട എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ ഈ പറമ്പിക്കുളത്തേക്ക് യാത്ര പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. ഫസ്റ്റേതറിയോ? തേക്കടി. രണ്ടാമത് പറമ്പിക്കുളം. ഇവിടെ കടുവ സംഗീതം മാത്രമല്ല, പറമ്പിക്കുളം എലിഫന്റ് വൈൽഡ് ട്രാൻസ്ഫർ കൂടിയാണ്. അത്രയും ആന ഇതിന്റെ അകത്തുണ്ട്. ഇത്ര ആന ഒരു കാട്ടിലും ഇല്ല. അത് ഇപ്പോഴല്ല നിങ്ങൾക്ക് മനസ്സിലാകുക. മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ വന്നാലേ അറിയുള്ളൂ. 70 അടി വെള്ളം കൂടി. അപ്പൊ വെള്ളത്തിന്റെ സൈഡിൽ എവിടെ നോക്കിയാലും ഞങ്ങൾക്ക് മറ്റുള്ള ജോലികളൊന്നും ഇല്ല കാട്ടില്. നിങ്ങൾ അടയ്ക്കുന്ന പൈസയാണ് 150 കുടുംബത്തിന്റെ ജീവിതമാർഗം. കാട്ടിൽ ഒരു ചെടി പോലും ഒടിക്കാൻ പാടില്ല. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാട് സെൻട്രൽ ഗവൺമെന്റ്. കടുവ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വളരെ നീറ്റായിട്ടാണ് പറമ്പൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിത് കണ്ട് രസിച്ച് പോകണമെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ വരണം. 70 അടി വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. അപ്പൊ വെള്ളത്തിന്റെ സൈഡിൽ എവിടെ നോക്കിയാലും മൃഗങ്ങളായിരിക്കും. ഇപ്പൊ ഇവിടെ നടത്തുന്നത് എക്കോ ടൂറിസം. ഇവിടെ കോർസോൺ വാപ്പറത്തോണോ? വാപ്പറത്തോണിലാണ് ചെറിയ ടൂറിസം നടത്തിയിട്ടുണ്ട്. ഇതിലുള്ള വരുമാനമാണ് ഇവിടുത്തെ ആൾക്കാർ 40 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ടൂറിസം നടത്തൂ. മറ്റൊരു സ്ഥലം കോർസോൺ വാപ്പറത്തോണോ? കോർസോണിന്റെ അകത്ത് മനുഷ്യരെ മൂവ്മെന്റ് ചെയ്യാൻ പാടില്ല. നീ വരുമ്പോ ഐലൻഡിൽ വരും. ഐലൻഡിന്റെ പേരറിയോ? വീട്ടിക്കൊമ്പ്. വീട്ടിൽ ട്രീ ഇല്ലേ? മരം. നമ്മ മലയാളത്തിൽ വീട്ടിൽ നിന്ന് പറയാം. ആ ഒരു ട്രീ ഉണ്ടായില്ല. അതിന്റെ പേരത്. അവിടെ മൃഗങ്ങളുണ്ടാവും. പ്രൈവറ്റിനെ പറ്റില്ലെങ്കിൽ പറമ്പുകൾ എങ്ങനെ ഉണ്ടാവും? അവിടെ മൃഗങ്ങൾ വരൂ. പിന്നെ അതിനുള്ള 3 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മുടെ സ്ഥലമാണ് ഈ വെള്ളം നിൽക്കുന്നതിന്റെ ചുറ്റളവുള്ള കാട് മൊത്തം നമ്മുടെ ഫുൾ സംരക്ഷണമാണ്. ആ ദ്വീപൊക്കെ പറയുമ്പോൾ പെൺപിള്ളേർക്ക് തനിച്ചാവാൻ താമസിക്കുന്നു ഒറ്റയ്ക്ക്. നിങ്ങൾ ഒരാൾ വന്നാലും ഞങ്ങൾ 6 പേര് കൂടി ഉണ്ടാവും. എവിടെയായാലും ഞങ്ങൾ അറിയാണ്ട് ഒരു 10 സ്റ്റെപ്പ് നടക്കാൻ വരെ ഞങ്ങൾ വിടില്ല. കാരണം ഈ കാടിനെ കുറിച്ച് അറിയണ ഞങ്ങൾക്ക് അറിയില്ല. ഇതേപോലെ 26ാമത്തെ വർഷമാണ്. നിങ്ങളെപ്പോലെ വരുന്നവരുടെ കാലിലൊരു മുള്ളു കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ന്യൂസിനും കാണാൻ കഴിയില്ല. പറമ്പിക്കുളത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്മെല്ല് വരുന്നുണ്ടോ? ഇവിടെ ഒരു മാനിനെ പുള്ളിപ്പുലി പിടിച്ചിട്ട് മിനിഞ്ഞാണ്. പ്രകൃതിയിൽ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ വെള്ളത്തിലെ മീൻ നമ്മൾ പിടിച്ച് സെയിൽസ് ചെയ്താൽ മുതലേ നമ്മൾ പിടിക്കാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ വരുമ്പോ ഈ കാട്ടിൽ കൂടുതൽ കണ്ടത് മാനായിരിക്കും. പുള്ളിമാൻ, വൈൽഡ് ഡോഗ്, പുള്ളിപ്പുലി അവർക്കുള്ള മെയിൻ ഫുഡാണ്. പുള്ളിമാനൊക്കെ ഒരു കൂട്ടത്തിൽ 200-250 എണ്ണൊക്കെയാണ്. അവർ എണ്ണം കൂടെയാണ് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സ്ഥലവും എല്ലാം. കടുവ കാട്ടുപോത്തിനൊക്കെ പിടിക്കുന്നു. കാട്ടുപോത്തിനൊക്കെ പിടിച്ചാൽ അവന് ഒരു മാസത്തേക്കുള്ള ഫുഡായി. അപ്പൊ ഓരോന്നിനും മാല പോലെ ഇങ്ങനെ കിടക്കുക. നിങ്ങൾ തേക്കടി പോയിട്ടുണ്ടോ? തേക്കടി കണ്ടില്ല. ആ ഡാം 25 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. വേറെ ഡീസൽ പറ്റുള്ള വെള്ളത്തിൽ. അത്ര പ്രൈവറ്റിന് പറ്റില്ലേ? പ്രൈവറ്റുകാരെ നമുക്ക് തടയാനും പറ്റില്ല. ബോട്ട് ഓടിച്ച് മൊത്തം നശിപ്പിച്ചു. ഇവിടെ കണ്ട തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ക്യാനിൽ വെള്ളം പിടിച്ചുകൊണ്ട് പോവാ. ഈ ഡാം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസത്തിൽ മാത്രം കേരളത്തിന് ഉപകാരമുള്ളൂ. ടൂറിസത്തിന് ഒരു ഉപകാരമില്ല. അല്ല, ഇത് ഞങ്ങളുടെ വരുമാനത്തിന് മാത്രം. ബാക്കി കംപ്ലീറ്റ് ഉപകാരം തമിഴ്നാടാണ്. വർഷം ജോലിയാണ്. 14,000, 12,000, 13,000 സാലറി. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത്? എന്ത് ചെയ്യും? പെട്ടുപോയി. 2000 ടൂറിസം തുടങ്ങി. 2010 ടൈഗർ റിസർവായി. ഇപ്പൊ കേരളത്തിൽ 2ാം സ്ഥാനം പറമ്പിക്കുളം. എന്ത് ചെയ്യും? സർക്കാരിനും ഈ പാലക്കാട് ജില്ലയ്ക്ക് ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാൻ പോവാ. ഇവിടുത്തെ പാവങ്ങളാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത്. എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ സിറ്റിയിൽ നിന്ന് വരികയാണ്. നിങ്ങൾ അറിയാണ്ട് തന്നെ ഒരു മിഠായി തന്നിട്ട് ആ പേപ്പറിൽ കളഞ്ഞാൽ ഞങ്ങളത് എടുക്കും. അറിയാണ്ട് നിങ്ങൾ എത്ര സംരക്ഷിച്ചാൽ ചിലപ്പോൾ നാട്ടിലെ ഓർമ്മിക്കേ നിങ്ങളത് ഇട്ടാലും എടുക്കും. ഒരു വേസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ സ്മെല്ലില്ലേ? ഒരു പുള്ളിമാനെ പിടിച്ച് ഞങ്ങൾ അത്ര അടുത്തുണ്ട് അവിടെ.
പിടിക്കാൻ അതിന് പുള്ളിപ്പുലി വന്നു. ആ മാനിനെ പിടിക്കാൻ കിട്ടില്ല. പുള്ളിപ്പുലിക്ക് നല്ല വിശപ്പാണ്. എന്ത് ചെയ്യും? പുള്ളിപ്പുലി മനുഷ്യനെ പിടിക്കും. ഇതാണ് വയനാട് നടന്നിട്ടിരിക്കുന്നത്. നമ്മൾ പത്രത്തിൽ കാണുന്നില്ലേ? വയനാട് ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ സംഭവം. തമിഴ്നാട് ഈ വെള്ളം കൃഷിക്കാണ്. കൃഷിക്ക് ഈ വെള്ളം അവർ കൊണ്ടുപോയിട്ട് അവര് കറണ്ട് എടുത്ത് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് തരുന്നുണ്ട്. വെള്ളത്തിൽ തമിഴ്നാട്ടുകാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള അധികാരം നമുക്കാണ്. മുല്ലപ്പെരിയാർമാരെയല്ല. ഡാമൊക്കെ തുറക്കണതിന്റെ എല്ലാം അധികാരം നമുക്കാണ്. അല്ല, തുറക്കലൊക്കെ അവർക്ക് വേണമെങ്കിൽ തുറക്കാൻ കൊണ്ടുപോകാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. വെള്ളത്തിൽ ബോട്ടോ കേട്ടോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അവർക്ക്. ഇവിടെയാണ് പിടിച്ചിട്ട് നമ്മുടെ ഈ കെട്ടാണ് പവർ. അവരിനെ പോലെ പറ്റില്ലല്ലോ. ഇപ്പൊ ആർക്കും പറ്റില്ല. പറമ്പിക്കുളത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇനിയും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.